ഒമാനിലെ മസ്കത്തിനടുത്ത് വാദി അൽ കബീർ പരിസരത്തെ പള്ളിയിലുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് 9 പേർ മരണമടഞ്ഞതിനോടനുബന്ധിച്ച് അറബ് മേഖലയിലെല്ലാം സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒമാൻ എന്ന് പറയുന്നത് ശാന്തമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളോ വെടിവെപ്പുകളോ ഭീകരാക്രമണങ്ങളോ ആ രാജ്യത്ത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷിയാ മസ്ജിദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെടിവെപ്പാണ് ഉണ്ടായത്. വെടിവെച്ചത് ഒമാനിലെ പൗരന്മാരാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിൽ 2-3 പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മരണപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതോടനുബന്ധിച്ച് തന്നെ 28ഓളം പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില ഏത് സാഹചര്യമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ അതിനുശേഷം പുറത്തു വന്നിട്ടുമില്ല ഔദ്യോഗികപരമായി. ഇവിടെ വിഷയം എന്ന് പറയുന്നത് നിലവിൽ വലിയൊരു യുദ്ധം പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് ഏതൊരു അറബ് രാജ്യത്തിന്റെ മേഖലയിലും എന്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിലും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഇതിന് ഏതെങ്കിലും ഭീകര വിഭാഗവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് സ്വാഭാവികമാണ്. ISIS അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ നിന്ന് ഒമാൻ പുറകോട്ട് പോയിട്ടില്ല. വിപുലമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങളും സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളും അന്വേഷണത്തോടു കൂടി സഹകരിച്ചുകൊണ്ട് ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അത്തരം തീവ്ര ചിന്താഗതി ഉള്ളവർ ഈ ഏതെങ്കിലും അറബ് രാജ്യത്ത് ഉണ്ടെങ്കിൽ കർശനമായിരിക്കുന്ന നടപടി എടുത്തുകൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള സമീപനത്തിന് ഓരോ രാജ്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് നീങ്ങും എന്നുള്ള വിവരങ്ങളൊക്കെ ആ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ISISയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലായിട്ട് അവർ ഭീകര സ്ഫോടനം നടത്തിയത് ഇറാനിലാണ്. കാസിം സുലൈമാനിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചും യുദ്ധം മുഹൂർത്തത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് പാലസ്തീൻ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലുമാണ് അവിടെ സ്ഫോടനം നടത്തിയത്. 100-ലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതോടനുബന്ധിച്ച് IS അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടനുബന്ധിച്ച് അത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ISന്റെ വിഭാഗമാണ് എന്ന് ഏറെക്കുറെ ഇറാൻ മനസ്സിലാക്കുകയും ഇറാൻ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുകയും അവിടെ വലിയ രീതിയിൽ സ്ഫോടനം നടത്തുകയും 23ഓളം ആളുകൾ മരണപ്പെട്ട രീതിയിലുള്ള വിവരങ്ങൾ അവിടുന്ന് പുറത്തു വരികയും ചെയ്തു. അതോടനുബന്ധിച്ച് പാകിസ്ഥാൻ തിരിച്ച് ഇറാൻ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരണകാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാവാൻ ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലൊക്കെ വലിയ സൗഹൃദ രാജ്യമാണ്. അതിർത്തി പങ്കിടുന്ന പ്രദേശത്തൊക്കെ ഈ ഭീകര സ്ഫോടന കാര്യങ്ങളോ അല്ലെ ഭീകര ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും അത് ഒരു പരിധിവരെ കഴിയുന്ന സമയത്ത് ശാന്തമായി അവസാനിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്കാളിത്തമാണ് ഏറെക്കുറെ ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ പിന്നീട് ഒരു മധ്യസ്ഥ മുഖാന്തരം ഒത്തുതീർന്ന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഒമാനിൽ ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഒമാൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഭാഗമാണ്. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ് ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒമാൻ. അവിടെയായിരുന്നു ഈ അറേബ്യൻ കറൻസിയുടെ തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് മാറി നിന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വളരെ പ്രാധാന്യമായ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗത്ത് ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ചുറ്റുപാടും ഉള്ളിടത്ത് ഒരു സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുന്നത് ഷിയാ മസ്ജിദിലാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഇറാനെ കേന്ദ്രീകരിച്ചാണ്. ഇറാൻ ശക്തമായ രീതിയിൽ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇതിന് തുടർ അന്വേഷണത്തിന് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സുന്നി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഷിയാ വിഭാഗങ്ങൾ ആക്രമിക്കുകയാണ്, അല്ലെ ഷിയാ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സുന്നികൾ ആക്രമിക്കുകയാണ് എന്ന തരത്തിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും വലിയ സഹായം ഫലസ്തീന് ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഷിയാ വിഭാഗത്തിന്റെ അല്ലെ ഷിയാ രാജ്യമാണ് എന്നതിനാൽ അവർ ചെയ്തു കൊടുക്കുന്ന വലിയ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഹമാസ് പിടിച്ചു നിൽക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ഒരു സുന്നി രാജ്യമാണ്.
സഹായിക്കുന്ന ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഷിയ രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഷിയ രാജ്യമാണ്. ഈ സൗദി അറേബ്യ അടങ്ങുന്ന പരമാവധി ഗൾഫ് രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യമാണ്. ആ സുന്നി രാജ്യം യഥാർത്ഥത്തിൽ സൈനികപരമായ രീതിയിലോ സാമ്പത്തികമായ രീതിയിലോ മറ്റേതെങ്കിലും തരത്തിലോ പരസ്യമായ രീതിയിൽ ഫലസ്തീനെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സ്ഫോടന കാര്യങ്ങൾ നടത്തിയത് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു ആത്മാർത്ഥമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇതിന്റെ ഇടയിലൊന്നും ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. അവർ സാമ്പത്തികപരമായി സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാനുഷികപരമായിരിക്കുന്ന സഹായങ്ങൾ മുഴുവനും അറബ് മേഖലയിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഒമാൻ ഉണ്ട്, ഖത്തറുണ്ട്, എല്ലാവരും കുവൈത്ത് അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള സഹായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അത് ഭക്ഷണമാണെങ്കിലും മരുന്നാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ടെന്റ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരാറുണ്ട്. എന്നാൽ ചെയ്തു വരുന്ന ഇത്രയും കാര്യങ്ങൾ, അതായത് ഈജിപ്ത് വഴി ഗസയിലേക്ക് പ്രവേശിക്കേണ്ട 7000-ലധികം വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തടഞ്ഞു വെച്ചിട്ട് അതിനെ മോചിപ്പിക്കാനോ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അറബ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതിന്റെ നീരസവും പ്രയാസവും യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. അപ്പൊ വിഷയങ്ങൾ ഉണ്ടാക്കിയത് ഷിയ വിഭാഗത്തിന് അല്ലെ ഇറാന്റെ ഇടപെടൽ കൊണ്ടാണ് പെട്ടെന്ന് ഒക്ടോബർ 7-ാം തീയതിയുള്ള ഒരു അക്രമം ഉണ്ടാക്കിയത് എന്നൊരു പരാമർശം ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോഴും പാലസ്തീന് പിന്തുണ നൽകുന്ന രീതിയിൽ അത് മാനസികപരമായിരിക്കുന്ന പിന്തുണ നൽകിയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, പകരം എന്ത് ചെയ്യണം? സൈനികപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തണം. ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കാൻ വേണ്ടി അറബ് മേഖല മുന്നോട്ട് വരണം എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഇറാനുള്ളത്. പല ഘട്ടത്തിൽ ജിദ്ദയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിലും ഇറാന്റേതായിരിക്കുന്ന നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നത്തെ ഇറാന്റെ പ്രസിഡന്റാണ് ഇബ്രാഹിം റയീസിയാണ് ഈ കാര്യം വളരെ കണിശമായ രീതിയിൽ തന്നെ പറഞ്ഞത്. നമ്മൾ രാവിലെ മീറ്റിംഗ് കൂടി വൈകുന്നേരം കാവ കുടിച്ചു പിരിയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭീകരരാജ്യമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരികയും വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒരു രാജ്യത്തിന്റെ അഭിപ്രായം മാത്രമായിട്ടാണ് പരിഗണിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ നിലപാടിനോട് യോജിച്ചു ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഒരു പ്രഖ്യാപനം വന്നത് ഒമാന്റെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാണ്. ചൈനയ്ക്ക് വേണ്ടി തങ്ങളുടെ മേഖല സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുമെന്നൊരു പ്രഖ്യാപനം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് എല്ലാ കാലത്തും അറബ് മേഖല അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണ്. അവരുടെ സൈനിക താവളങ്ങളും സൈനിക സംവിധാനങ്ങളും സൈനിക പ്രാക്ടിക്കലും എയർപോർട്ടുകളും എല്ലാം ഈ പറയപ്പെട്ട പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറേബ്യൻ മേഖല ചിന്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവായിട്ടാണ് ഒമാന് ചൈനക്ക് സൈനിക താവളം ഉണ്ടാക്കാൻ ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പരസ്യമായ രീതിയിൽ ജിദ്ദയിൽ നടന്ന അറേബ്യൻ ഉച്ചകോടിയിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തോട് ആരും പിന്തുണച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിനപ്പുറമായ രീതിയിൽ വലിയ ചർച്ച അതിൽ വന്നിട്ടുണ്ട്, വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ നിലപാടിനെ വളരെ കൃത്യമായ രീതിയിൽ പ്രതിപാദിക്കുന്നതായിരുന്നു ഒമാന്റെ പ്രഖ്യാപനം എന്ന തരത്തിലാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനോടുള്ള എതിർപ്പ് ഈ വിഷയത്തിലൊക്കെ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. മതപരമായിരിക്കുന്ന ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സുന്നി വിഭാഗം ഷിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷിയ വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ വെടിവെപ്പ് നടന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ ബഹ്റൈനും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ബഹ്റൈൻ ഒരിക്കൽ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അവിടെ നിന്ന് ഡ്രോൺ മിസൈലുകളോ മറ്റോ ഇസ്രായേലിലേക്ക് പോയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ ഒമാനും അതിൽ പങ്കാളിത്തം വഹിക്കുമോ എന്നൊരു സംശയത്തിന്റെ ഭാഗമായ രീതിയിൽ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പം ആ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷിയ പള്ളി ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തിയത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് പൊന്തി വന്നതിന്റെ കാരണത്താൽ വിശാലമായിരിക്കുന്ന വലിയൊരു അന്വേഷണം ഇത് സംബന്ധമായ രീതിയിൽ ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ വ്യക്തികൾ പങ്കാളിത്തം വഹിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മരിച്ചത് 3 പേരും
ഭീകരവാദികളായിരിക്കുന്ന 3 പേരെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നതിൽ 3 പേരും ഒമാനികളാണ് എന്നുള്ള വിവരമാണ്. മരണപ്പെട്ടവരിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പൗരന്മാരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം വന്നിട്ടില്ല. പാകിസ്ഥാനികളും ഈജിപ്തുകാരും ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ള, ഇന്ത്യക്കാരിൽ ഒരാളും ഉണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് പുറത്തു വന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അറേബ്യൻ മേഖലയുടെ അകത്ത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള വർഗീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ ധ്രുവീകരണ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഭീകരവാദികളോ വിദേശ രാജ്യങ്ങളോ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.